ഞാനിത് പെട്ടെന്നൊരു സാമ്പാർ എങ്ങനെ വെക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാമ്പാർ വെക്കാനുള്ള കഷ്ണങ്ങൾ നേരത്തെ 1 മണിക്കൂർ മുമ്പേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉപ്പിട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേകാനുള്ള ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പാണേ. നമ്മൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ആവശ്യമായ ഉപ്പ് എടുക്കുക. ഞാനിതാ കുക്കറിൻ്റെ അകത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ 1 വിസിൽ മതി, ചിലപ്പോൾ 2 വിസിൽ മതി. അപ്പോഴത്തേക്ക് വെന്ത് കിട്ടും. മുളക് പൊടി, സാമ്പാർ പൊടി, കായപ്പൊടി, മല്ലിപ്പൊടി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക വേവിച്ച് വെച്ച സാമ്പാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുത്ത് നമുക്ക് കടുകൊക്കെ ഒന്ന് വറുത്തെടുക്കാം. കടുകിട്ട് കൊടുക്കാം. ഉണക്കമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വേണം നമ്മൾ മുളകൊക്കെ ഇട്ട് കൊടുക്കാൻ. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് പുളിവെള്ളവും ചേർത്ത് കൊടുക്കാം. ശരിക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തേക്കാം. നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ റെഡിയായി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത്.